നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ശശി തരൂർ കോൺഗ്രസിന്റെ പല വേദികളിലും സജീവമാകുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പരസ്യമായി തന്നെ പുറത്തു വന്നതാണ്. ശശി തരൂർ കോൺഗ്രസ് വിടുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഒരിടക്കാലത്ത് നടന്നിരുന്നു. എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും ഒക്കെയായി ഒരു കൂടിക്കാഴ്ച ശശി തരൂർ നടത്തി. അങ്ങനെ ദേശീയ നേതൃത്വവുമായിട്ടുള്ള തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും എല്ലാം പരിഹരിച്ച് ശശി തരൂർ കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും സജീവമായി കോൺഗ്രസിന്റെ പല കാര്യങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ശശി തരൂരിന്റെ വായിൽ നിന്ന് വീണ ചില വാചകങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. കോൺഗ്രസിലെ ചില നേതാക്കൾ അത് പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത്. CJPയുമായുള്ള താരതമ്യത്തിൽ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പരാമർശത്തിൽ നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ റദ്ദാക്കുന്ന പ്രസ്താവനയാണ് എന്നും BJPക്ക് അടിക്കാനുള്ള വടി കൊടുത്തു എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ പരാമർശത്തിൽ വിശദീകരണവുമായി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. വാക്കുകൾ വളച്ചൊടിച്ചു എന്നും പാർട്ടിക്കും നേതൃത്വത്തിനുമെതിരായ ആക്രമണമെന്ന് വ്യാഖ്യാനിച്ചു എന്നും തരൂർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന സംവാദ പരിപാടിയിലാണ് തരൂരിന്റെ പരാമർശം ഉണ്ടായത്. ജൻസികളെ കേൾക്കാൻ കോൺഗ്രസിനായോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു ശശി തരൂരിന്റെ പരാമർശം. CJPക്ക് ജൻസികളുടെ ശബ്ദമാകാൻ കഴിഞ്ഞുവെന്നും ഇതേപോലെ കോൺഗ്രസിന് അവരുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാനായില്ല എന്നും ശശി തരൂർ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ഇതിന് കഴിഞ്ഞില്ല എന്ന് സ്വയം ചിന്തിക്കണം. രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ CJPയെ പോലെ ഫലപ്രദമായില്ല. യുവാക്കളെ കേട്ടില്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അപ്രസക്തമാകുമെന്നും തരൂർ പറഞ്ഞു. മുംബൈയിൽ നടന്ന ഒരു സംവാദ പരിപാടിയിലാണ് തരൂരിന്റെ ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത്. ഇതോടുകൂടി കോൺഗ്രസിനകത്ത് വീണ്ടും തരൂരിനെതിരെ ശബ്ദങ്ങൾ മുഴങ്ങിയിരിക്കുകയാണ്. നേതൃത്വത്തിനെയും രാഹുൽ ഗാന്ധിയെയും വല്ലാത്ത പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും വന്നത് എന്നാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്.